ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആണ് ഇത് തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ളതാണ്. വലിപ്പം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കാം, ഈ ഒരു കണക്കനുസരിച്ചിട്ട്. ഇപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പഴം നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴത്തിൽ വേണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുഴുവൻ പഴവും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിന്റെ മണം ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കര ഉരുക്കിയതോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം അളവിലുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റിലും പരുവത്തിലൊക്കെ വ്യത്യാസം വരും. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പഴം നന്നായിട്ട് അരയാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടകട്ടയായിട്ട് കിടപ്പുണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്ക് കഴിക്കുമ്പോൾ കൂടെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവും കൂടെ എടുക്കാനായിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, കുറച്ച് കട്ടിയായിട്ടിരിക്കണം. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലാം ഒരുപോലെ എന്നാലേ വെന്ത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പാനിൽ നെയ്യും ഓയിലും ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്യാതെയാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതാ അതേ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടെ വെന്ത് വരുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പോഞ്ച് പോലുള്ള നല്ല പഞ്ഞ് പോലെ അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.